സോ ഗായ്സ് നമ്മൾ ഡേ 2 ആണ് ധർമ്മശാലയിൽ. സോ സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത്. സോ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചർച്ചും. സോ അവിടെയെല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യണം. സോ എവിടെയാണ് പ്ലേസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. സോ എല്ലാവരും ഒരു രാവിലെ എണീറ്റിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുവാണ്, ഡ്രസ്സും ഔട്ട്ഫിറ്റൊക്കെ മാറ്റിയിട്ട്. സോ ഇനി നമുക്ക് അവിടെ പോകാം. അപ്പോൾ അവിടുത്തെ ലുക്കും കല്യാണം നോക്കാം. സോ ഫുഡൊക്കെ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ബൊഫേ തന്നെയായിരുന്നു. സോ ഞാൻ ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തത്. സോ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുമായിരുന്നു. ഹലോ, ചീസ്. സോ നമ്മളിപ്പം ധർമ്മശാലയിലെ സ്ട്രീറ്റിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒത്തിരി ഡിഫറെൻറ്റ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ ആയിരുന്നു ഈ പശുവിനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ടെമ്പിളിൽ നിന്നും മടങ്ങി വരുന്ന ബുദ്ധാസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ നമ്മൾ ഏകദേശം ലൊക്കേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സോ നമുക്ക് ടെമ്പിൾ വിസിറ്റ് ചെയ്യണം, ചർച്ച് വിസിറ്റ് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് സെൻറ്റ് ജോൺ ചർച്ചാണ്. മെക്ലിയോഗഞ്ചിൽ ആണ് ലൊക്കേഷൻ വരുന്നത്. സോ ഈ ഒരു സ്ട്രീറ്റിലാണ് നമുക്ക് കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ഓഫർ പ്രൈസിൽ കിട്ടും. ഇപ്പം ജാക്കറ്റൊക്കെ 700 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് കുറച്ചെടുക്കാൻ പറ്റും റേറ്റ്. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ 300, 450 ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് കോപ്പീസൊക്കെയാണ് മെയിൻലി വരുന്നത്. സോ ഗായ്സ് നമ്മളിപ്പം സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്, സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ചർച്ചാണ് ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ സെൻറ്റ് ജോൺ ചേർച്ച് ഭയങ്കര ഫേമസ് ആണ്. സോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ചുറ്റുമുള്ള ഈ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ചേർച്ചിൻ്റെ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. സോ അകത്ത് എടുക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അകത്ത് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യാത്തത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ചേർച്ചിൽ പോയപ്പോൾ. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പാണ്. സോ അത്രയേ ഉള്ളൂ ഈ ചേർച്ചിൻ്റെ കാര്യം. ഗായ്സ് നമ്മളിപ്പം ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. സോ പയ്യന്മാർ വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. സോ ആ ടൈം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ കുറച്ചുപേർ ഇരിപ്പുണ്ട്. അവരവരുടെ കാര്യം നോക്കി അവർ പണി നോക്കി ഇരിക്കുകയാണ്. സോ നമുക്ക് വണ്ടി വന്നിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. ഓക്കെ. സോ പോയ പയ്യന്മാരെല്ലാം വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ നമ്മൾ പോകാൻ പോകുന്നത് നന്ദി വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ ഒരു ലേക്കും ഉണ്ട്. സോ ഇത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നു. സോ നല്ല അടിപൊളി മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. സോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലേക്ക് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ആ വ്യൂ പോയിൻറ്റിൻ്റെ അത്ര രസമുണ്ടെങ്കിലും അത് ആക്ച്വലി കൊള്ളായിരുന്നു കാണാനായിട്ട്. സോ ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷവും നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. സോ എല്ലാവരും അകത്തേക്ക് പോവാണ്. അപ്പോൾ അതിനകത്തും ഒത്തിരി ഷോപ്പൊക്കെ സൈഡിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇൻക്ലൂഡിങ് കഫേയും ഒക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്, അതായത് റിയൽ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട്. സോ അതെല്ലാം റെഡിയാക്കി നടന്നു വരുമായിരുന്നു. സോ ഇതിൻ്റെ ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് കാണുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് സ്റ്റാച്യൂസ് അവൈലബിൾ ആണ്. സോ ഇതൊരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാച്ചു ആയിരുന്നു. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ
ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തൊക്കെ ആണെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. നമ്മളിത് ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും തോറും 1000 പ്രാവശ്യം മന്ത്ര ചാൻറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. സോ ഓ പദ്മേ മണി ഹം എന്നാണ് നമ്മൾ ചാൻറ്റ് ചെയ്യേണ്ടത് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ധർമ്മശാല ജേർണി ഇവിടെ തീരുവാണ്. സോ നമ്മൾ അടുത്തത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷിംലയിലാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.